ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 28-ാം തിരുവചനത്തിന്റെ വലിയ അഭിഷേകം. ആവേ മരിയ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഒഴുകിയിറങ്ങുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അതെ, ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ മനസ്സിലുള്ള പദ്ധതിയാണ്. സങ്കീർത്തനം 103:2 നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അതെ, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ കന്യകാമറിയം. CTC സന്യാസിനി സഭാ സ്ഥാപിക ദൈവദാസി മദർ എലീശ്വ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന വചനം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 27-ാം തിരുവചനം പറയുന്നു: ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. അതെ, ദൈവദാസി മദർ എലീശ്വയ്ക്ക് എപ്രകാരമാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പദം എപ്പോഴും ഉച്ചരിക്കുവാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, അമ്മ തൻ്റെ ജീവിതത്തിലുടനീളം തൻ്റെ വേദനയിലും തൻ്റെ പ്രയാസങ്ങളിലും ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിലും പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മയിലും ദിവ്യകാരുണ്യത്തിലും ആശ്രയം കണ്ടെത്തി. എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ഒരിക്കൽ പോലും പരിശുദ്ധ കന്യകാമറിയത്തിലും ദിവ്യകാരുണ്യത്തിലുമുള്ള ആശ്രയം കൈവിടരുത്. നിങ്ങൾ അമ്മയുടെയും ഈശോയുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുക. അവർ നിങ്ങളെ താങ്ങിക്കൊള്ളും.
മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. വെണ്മയാർന്ന ത്രിത്വം ഉണ്മ കണ്ടു നിന്നിൽ. വെണ്മ നിന്റെ ഉള്ളിൽ തന്നു പുണ്യവേദി. വെണ്മയാർന്ന ത്രിത്വം ഉണ്മ കണ്ടു നിന്നിൽ. വെണ്മ നിന്റെ ഉള്ളിൽ തന്നു പുണ്യവേദി. കന്യകയായി തന്നെ നിലനിൽക്കവേ എന്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. എന്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. കൃപ നിറയും പ്രശാന്തരാണി, മഹി മുഴുവൻ നിനക്കു സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. കൃപ നിറയും പ്രശാന്തരാണി, മഹി മുഴുവൻ നിനക്കു സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. എന്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനശ്രവണത്തിലേക്ക് നമ്മളെ സ്നേഹപൂർവ്വം വിളിച്ച കർത്താവിന് നന്ദി പറയാം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒന്നിച്ച് ചിന്തിച്ചാലോ? മനോഹരമായ അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം ഒന്ന് പ്രവേശിക്കാം. അമ്മയെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷങ്ങളിൽ എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് തോന്നുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. നമുക്ക് ബൈബിളിൽ അധികമൊന്നും അമ്മയെക്കുറിച്ച്, അമ്മയുടെ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. എങ്കിലും നമുക്കറിയാം അമ്മ ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പല സ്ഥലങ്ങളിലും നമ്മൾ ഈശോ പ്രാർത്ഥിച്ചത് കാണുന്നുണ്ട്, പക്ഷേ അമ്മ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചാലോ? ശൈശവത്തിൽ തന്നെ ദേവാലയത്തിലേക്ക് പരിശുദ്ധ അമ്മയെ സമർപ്പിക്കുന്നു നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുക. അമ്മ, പരിശുദ്ധ അമ്മ, ഈ കുഞ്ഞുണ്ണി ഈ ശൈശവത്തിൽ തന്നെ പ്രവേശിക്കുമ്പോൾ അമ്മ അവിടെ ചെയ്തിരുന്നത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചിലവഴിക്കുകയായിരുന്നു. അമ്മ എന്താണ് പ്രാർത്ഥിച്ചത്? അമ്മ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ അതിമനോഹരമായ രീതിയിൽ അമ്മ എന്താ പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താ നമ്മളവിടെ വായിക്കുക? ഒന്ന് പറഞ്ഞു നോക്കിക്കുക അതെന്താണെന്ന്. അമ്മ ഏറ്റവും അവസാനം ദൂതനോട് പറയുന്നൊരു വാക്കുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ കർത്താവിൻ്റെ ദാസി. ഇതുപോലെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ, അമ്മ എന്താ പ്രാർത്ഥിച്ചതെന്ന് അറിയാൻ. അമ്മയ്ക്ക് പിന്നെ ഒരു ജ്ഞാനത്തിൽ നിറഞ്ഞ അമ്മ, ഈ കൊച്ചു പെൺകുട്ടി ദൂതൻ്റെ വിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, ഇതാ കർത്താവിൻ്റെ ദാസി. ഞാനൊരിക്കൽ ധ്യാനത്തിനായി ഈ തിരുവചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന 1-2 ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? പരിശുദ്ധ അമ്മ എന്താണ് പ്രാർത്ഥിച്ചത്? എന്നെ എപ്പോഴും ഒരു ദാസിയാക്കണേ, എന്നെ എപ്പോഴും ഒരു ദാസിയാക്കണേ, എപ്പോഴും താഴെ നിൽക്കാൻ
എപ്പോഴും കീഴെ നിൽക്കുവാൻ എന്നെ ദാസിയാക്കണമേ എന്നാണ് അമ്മ പ്രാർത്ഥിച്ചത്. അമ്മ അതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു. അമ്മയുടെ പ്രാർത്ഥനയുടെ ആ അന്തസത്ത ദാസിയാകാനായിട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓർക്കണം, ആരുടെ ദാസിയാണ്? ആരുടെ ദാസിയാകാൻ അമ്മ പ്രാർത്ഥിച്ചത്? കർത്താവിൻ്റെ ദാസി. അമ്മ ആ ശൈശവകാലം തുടങ്ങിയേ ദൈവത്തെ സ്നേഹിച്ച് 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 ആരായി തീർന്നു? ഭൂമിയിലെ പൊന്നുമകള് സ്വർഗത്തിൻ്റെ ദിവ്യപുത്രിയായി അവതരിക്കുകയായിരുന്നു. അമ്മ അമലോത്ഭവയായിരുന്നു നമുക്കറിയാം. എങ്കിലും ഭൂമിയിൽ ജീവിക്കേണ്ട അമ്മ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു അമ്മയുടെ പ്രാർത്ഥനയിലൂടെ. ഇനി മുഴുവൻ നേതൃത്വവും മുഴുവൻ ഉത്തരവാദിത്വവും ആരേറ്റെടുത്തുകൊള്ളും? സ്വർഗീയ പിതാവിനെ അത്രമാത്രം അവിടെ ഇരുന്ന് സ്നേഹിച്ചു പരിശുദ്ധ അമ്മ. സ്നേഹിച്ച് സ്നേഹിച്ച് ദൈവപിതാവിൻ്റെ പൊന്നോമന മകളായി അമ്മ മാറി. പിതാവിൻ്റെ സ്വന്തം പുത്രി, പിതാവിൻ്റെ സ്വന്തം മകളാണെന്നുള്ള അവബോധത്തിലേക്ക് അമ്മയുടെ പ്രാർത്ഥനാ ചൈതന്യം, പ്രാർത്ഥനാരൂപി നയിക്കുകയാണ്. ഉടനെ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, ഇനി എനിക്കൊന്നുമില്ല. ഇന്ന് തുടങ്ങി എല്ലാം കർത്താവ് പറയുന്നതനുസരിച്ച്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങൾക്കും നൽകണമേ എന്ന് ഈ ധന്യനിമിഷങ്ങളിൽ നമുക്കും ഒന്ന് പ്രാർത്ഥിച്ചെടുത്താലോ? അമ്മയോട് നമുക്കും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാലോ? അമ്മയ്ക്ക് എന്തായിരുന്നു ആ പ്രാർത്ഥനയിലൂടെ കിട്ടിയത്? സ്വർഗീയ പിതാവിൻ്റെ ആ മനോഹരമായ രൂപം. ഭൂമി അമ്മയ്ക്ക് ഒന്നുമല്ല, ഭൂമിയിൽ നടക്കുന്നതൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമേ അല്ല. എന്ത് നടന്നാലും അമ്മയ്ക്കൊരു പ്രശ്നമില്ല. അത്രമാത്രം ഹൃദയം അങ്ങോട്ട് ജ്വലിച്ചു. എപ്പോൾ? അമ്മ ദൈവത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു സ്നേഹിച്ച്, ദൈവത്തെ സ്നേഹിച്ച് പ്രാർത്ഥനയിൽ ദൈവവുമായി ഒന്നായപ്പോൾ അമ്മയ്ക്ക് എന്താ സാധിച്ചെടുത്തത്? അമ്മയ്ക്ക് മനസ്സിലാകുകയാണ്, ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ എന്ത്. സ്വർഗത്തിൽ കണ്ണ് നട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ മനസ്സിലാകുകയാണ് നേതൃത്വം പിതാവ് ഏറ്റെടുത്തിരിക്കുന്നുവെന്ന്. സങ്കീർത്തകൻ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. 16:8 ഒരു തിരുവചനമുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് എപ്പോഴും, സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അമ്മ അവിടെ ഇരുന്ന് സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച്, പഴയ നിയമഗ്രന്ഥങ്ങളൊക്കെ വായിച്ച്, പഴയ നിയമഗ്രന്ഥമായി മാറി, പുതിയ നിയമഗ്രന്ഥമായി മാറി, അമ്മ മുഴുവനായി അങ്ങോട്ട് മാറി. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്തൊരു ഭാരവാ, എന്തൊരു ചുമടും നമ്മൾ പോകുന്നത്. പോകുമ്പോഴും ചുമട്, തിരിച്ചു വരുമ്പോഴും ചുമട്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അമ്മയ്ക്ക് അതൊന്നുമില്ല. അമ്മ ഒന്നുമല്ലാത്തവളായി മാറിയ അമ്മയുടെ ജീവിതം നമ്മൾ ഈ ആവേ മരിയ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ധ്യാനിച്ചെടുക്കണ്ടേ? നമ്മളൊന്ന് ഓർക്കണ്ടേ? ഇങ്ങനെയാ കുഞ്ഞാകുന്ന, ദാസിയാകുന്ന ഞാൻ ഒന്നുമല്ല എന്നുള്ള മനോഭാവത്തിലേക്ക് നയിക്കണമെന്നാണ് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ചൈതന്യം നമ്മളെയും പഠിപ്പിക്കേണ്ടത്. അമ്മ അവിടെ ഇരുന്ന് സ്നേഹിച്ച് ആരാധിച്ച് സ്തുതിച്ച് ദൈവപിതാവിനെ അങ്ങ് പൂർണ്ണമായും സ്വന്തമാക്കി. അതുകൊണ്ട് ദൈവപിതാവിന് നന്നായി പിടുത്തം പെൺകുട്ടിയെ അവളെ അമലോത്ഭവയായിട്ട് ജനിപ്പിച്ചു. എങ്കിലും ദൂതനോട് പറഞ്ഞു വിടുന്നൊരു വാക്കില്ലേ? എന്തിനാ ദൂതനോട് പറഞ്ഞു വിടുന്നത്? പോയി കുഞ്ഞു മേരിയെന്നൊന്നും വിളിച്ചേക്കരുത്, കുഞ്ഞു മറിയോന്നൊന്നും അല്ല വിളിക്കേണ്ടത്. പിന്നെ എന്താ വിളിക്കേണ്ടത്? കൃപ നിറഞ്ഞവളേ. ആ കൃപ നിറഞ്ഞവളേ എന്ന് പറഞ്ഞിട്ട് വേണം നമസ്കാരം, സ്വസ്തി എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്യുവാനായിട്ട്. ഇത് സ്വർഗത്തിൻ്റെ ഭാഷയിലെന്ന് നമുക്കറിയാം. സ്വർഗത്തിൻ്റെ ഭാഷയായിരുന്നു സക്രിയായെ വിളിക്കേണ്ടതല്ലേ? അത് മാലാഖമാരുടെ ഭാഷയൊന്നുമല്ല. അമ്മ മുഴുവൻ നേരവും കൃപ നിറഞ്ഞവളായിരുന്നു. ദൈവപിതാവിൻ്റെ തിരുസന്നതിയിൽ ആ ദേവാലയ അങ്കണത്തിൽ മഹാപുരോഹിതൻ്റെ കീഴെ സക്രിയായുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം എലിസബത്തും കാണാൻ വരുമായിരുന്നു. അവിടെയുള്ള അന്ന, ദേവാലയത്തിൽ ജീവിച്ച അന്ന, ഇവിടെയൊക്കെ സാന്നിധ്യത്തിൽ പരിശുദ്ധി അമ്മ ദൈവപിതാവിൻ്റെ പൊന്നുമകളായി പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെട്ടു.
പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെട്ടു. അമ്മ പറയുന്നു, ഇതാ കർത്താവേ അങ്ങയുടെ ദാസി. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ഭാരം കുറഞ്ഞൊരു ജീവിതത്തിൻ്റെ ഉടമയാകണ്ടേ? നമുക്കും ഭാരം കുറഞ്ഞൊരു ജീവിതത്തിൻ്റെ ഉടമയാകണ്ടേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അമ്മയെപ്പോലെ നമുക്കും നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന, നമ്മുടെ ജീവിതത്തെ ശല്യപ്പെടുത്തുന്ന ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഉപേക്ഷിച്ച് കുറേ സമയം അമ്മയെപ്പോലെ ഒന്നിരുന്ന് ദൈവപിതാവിൻ്റെ പക്കലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ ഒന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മളും അമ്മയെപ്പോലെ ധന്യരാകുകയില്ലേ? അമ്മയെപ്പോലെ പ്രഭ ചൊരിയുന്നവരാകുകയില്ലേ? അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് നന്നായിട്ട് പരിശ്രമിക്കാം. ഇതാ കർത്താവേ അങ്ങയുടെ ദാസി, നിൻ്റെ വാക്ക്, നിൻ്റെ ആ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, മോളിൽ പറഞ്ഞ വാക്കുകൾ മുഴുവൻ എന്നിൽ നിറവേറട്ടെ. പൊന്നു സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ ഒരുപാട് വാക്കുകൾ നമ്മളോടും പറഞ്ഞു വെച്ചിട്ടുണ്ട് തിരുവചനം. ഇതൊന്നും നമ്മളിൽ നിറവേറിയിട്ടില്ല. ഇനി എത്ര കാലങ്ങൾ, കൊല്ലങ്ങൾ എടുക്കും, എത്ര വർഷങ്ങൾ എടുക്കുമെന്നറിയില്ല ദൈവം പറഞ്ഞിട്ടുള്ള ഈ വചനങ്ങൾ നിറവേറുവാൻ. അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വചനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നിറവേറപ്പെടാതെ പോയത്, നമ്മുടെ ജീവിതത്തിൽ ഇത് സഫലമാകാതെ പോയത് അമ്മയെപ്പോലെയുള്ള ഒരു പ്രാർത്ഥനാ ചൈതന്യം നമ്മൾ സ്വന്തമാക്കാത്തത് കൊണ്ടല്ലേ? അവിടെ നിന്നെല്ലാം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളും. അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ മാത്രം മതി. ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാവണം പ്രാർത്ഥന. ക്രമപ്പെടുത്തുവാനായി നമ്മളെ സഹായിക്കുന്നതാവണം പ്രാർത്ഥന. ചോദ്യങ്ങൾ ഉയർത്താത്ത, എന്തെങ്കിലും കാര്യങ്ങളിൽ അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ വേണ്ടിയിട്ടല്ല. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പിതാവ്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അപ്പൻ, ഇതെല്ലാം നിയന്ത്രിക്കുന്ന അപ്പൻ്റെ മകനാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥന നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ എന്തോരം മണിക്കൂർ സമയം ചിലപ്പം ചിലവഴിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് TV പ്രോഗ്രാമൊക്കെ കേൾക്കുന്നവർക്ക് ഈശോ കൂടുതൽ സമയം തന്നിട്ടുണ്ടാവും. നമ്മൾ എന്തെല്ലാം വായിച്ചു കൂട്ടുന്നു, ചൊല്ലിക്കൂട്ടുന്നു, എന്തെല്ലാം പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നിട്ടോ പ്രാർത്ഥന കഴിയുമ്പോൾ പുസ്തകം കൈപ്പിടിച്ചതിൻ്റെ ഭാരം മാത്രം, വേറെ ഒന്നും നമുക്കുണ്ടാവില്ല. നമുക്കും അമ്മയെ ഒന്ന് പഠിപ്പിച്ചേ, അമ്മേ എന്നെ ഒന്ന് പഠിപ്പിച്ചേ, അമ്മ എങ്ങനെയാണ് അമ്മയെ പ്രാർത്ഥിച്ചത്? അതുപോലെ തന്നെ ഒന്ന് മുഴുവനായി പിതാവിനെ സ്വർഗത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട്, സ്വർഗീയ പിതാവിൻ്റെ ആ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പിതാവ് ഒരുക്കുന്നതെല്ലാം സ്വീകരിക്കുവാനായിട്ടുള്ള ആ കൃപ തരണമേ എന്ന് നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ദാസി മനോഭാവത്തിലേക്ക്, എളിമയുടെ മനോഭാവത്തിലേക്ക്, ഒന്നും വേണ്ട എന്നുള്ള മനോഭാവത്തിലേക്ക്, അങ്ങനെ ടെൻഷൻ ഫ്രീ ആയൊരു ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശുദ്ധി അമ്മ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധി അമ്മേ, ഞങ്ങളെയും ഒന്ന് പഠിപ്പിക്കണമേ. അപ്പച്ചനെല്ലാം നോക്കിക്കൊള്ളും, സ്വർഗീയ അപ്പനെല്ലാം നോക്കിക്കൊള്ളും എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെയും ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പരിശുദ്ധി അമ്മേ, മേലങ്കീട് കീഴിൽ ഞങ്ങളെ എല്ലാവരെയും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിച്ച് ഞങ്ങളെയും സ്വർഗത്തോളം ഉയർത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സങ്കീർത്തനം 10:14 നാം ഇപ്രകാരം വായിക്കുന്നു: അങ്ങ് കാണുന്നുണ്ട്, എൻ്റെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് കാണുന്നുണ്ട്. അങ്ങവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയെ പരിചയപ്പെട്ടു. അവരുടെ ഭർത്താവ് മാനസിക രോഗിയും ഈ സഹോദരിയാകട്ടെ ഹൃദയ സംബന്ധമായും ഡിസ്കിനും വളരെയധികം ബുദ്ധിമുട്ടുള്ളവളായിരുന്നു. ഇവരുടെ ഏക മകൻ ഹൈപ്പർ ആക്റ്റീവായുള്ള 2ാം ക്ലാസ്സുകാരനും. ഈ സഹോദരി എന്നോട് പറയുകയുണ്ടായി, സിസ്റ്റർ,
ഞാൻ 2 പ്രാവശ്യം എൻ്റെ ഈ മകനുമായി ആത്മഹത്യക്കൊരുങ്ങി. പക്ഷേ എൻ്റെ കർണപുടങ്ങളിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വചനം എപ്പോഴും ഞാൻ കേട്ടു. അതെ, പരിശുദ്ധ അമ്മ എൻ്റെ കരം പിടിച്ച് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് സിസ്റ്റർ ഞാൻ ഈ ഭർത്താവിനെയും എൻ്റെ ഈ മകനെയും ഉപേക്ഷിക്കാത്തത്. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനമേ, നിങ്ങൾക്കും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അമ്മ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. അമ്മ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. ധന്യമാടു നിൻ ജന്മം നാഥേ.
പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്.